നാമം മഹത്വപ്പെടട്ടെ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അഭിവാദനം. വിശുദ്ധ പൗലോസ് തൻ്റെ 9 ലേഖനങ്ങളിൽ സ്വയം അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തലൻ എന്ന പദത്തിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. യേശുക്രിസ്തു തെരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ ഉൾപ്പെട്ടവനല്ലെങ്കിലും 1 കൊരിന്ത്യർ 15:9 പറയുന്നത് പോലെ അപ്പോസ്തലന്മാരിൽ ചെറിയവനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നുവെങ്കിലും ആ സ്ഥാനം വലുതായി തന്നെ പൗലോസ് അപ്പോസ്തലൻ കാണുകയും തൻ്റെ കർത്തവ്യം നിർവഹിക്കുകയും ചെയ്തു. സഹോദരനായ തീമോത്തിയോസ് എന്നും 2 കൊരിന്ത്യരിലും ഫിലമോനിലും പറയുന്നുണ്ടെങ്കിലും ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരെന്ന വിപുലാർത്ഥത്തിൽ തീമോത്തിയോസിനെയും സിൽവാനോസിനെയും 1 തെസ്സലോനിക്കർ 2:6 പൗലോസ് അപ്പോസ്തലൻ പരിചയപ്പെടുത്തുന്നു. ക്രിസ്തീയ സഭയുടെ വിളിച്ച് വേർതിരിക്കപ്പെട്ട അംഗങ്ങളെന്ന നിലയിലാണ് കൊലോസ്യയിലുള്ള ക്രിസ്ത്യാനികളെ വിശുദ്ധന്മാരും ക്രിസ്തുവേശിൽ വിശ്വസ്ത സഹോദരന്മാരും എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അവരുടെ സാൻമാർഗിക വിശുദ്ധിയല്ല, വിശുദ്ധനായ ക്രിസ്തുവിൻ്റെ ശരീരമായ വിശുദ്ധ സമൂഹത്തിൻ്റെ വിശുദ്ധിയിലേക്ക് വിളിച്ച് വേർതിരിക്കപ്പെട്ടു എന്നതാണ് വിശുദ്ധർ എന്നവരുടെ സ്ഥാനത്തിന് കാരണം. പുറപ്പാട് 15:5-6. പഴയ നിയമത്തിൽ ദൈവിക കാര്യങ്ങൾക്കായി വേർതിരിക്കപ്പെട്ട വ്യക്തികളെയും വസ്തുക്കളെയും വിശുദ്ധമെന്ന് വിളിച്ചിരുന്നു. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് അവിടുത്തെ നാമത്തിൽ സ്നാനമേറ്റ് വീണ്ടും ജനനം പ്രാപിച്ച വിശ്വാസി യേശുക്രിസ്തു ക്രൂശിൽ ചീന്തിയ രക്തത്താൽ പാപപരിഹാരത്തിന് യോഗ്യനായിത്തീരുന്നു. അങ്ങനെ അവനിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയാൽ നീതീകരിക്കപ്പെട്ട് ദൈവജനമായി അവിടുത്തെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന വിശ്വാസി ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലെ മുറിവുകളിൽ നിന്നും പുറപ്പെട്ട അവിടുത്തെ മൂറോൻ്റെ യോഗ്യതയാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നു. അതുകൊണ്ടാണ് കെംതയിലെ, അതായത് ഉയർപ്പ് ഞായറാഴ്ച മുതൽ ശ്ലീബ പെരുന്നാളിന് മുൻപുള്ള ഞായറാഴ്ച വരെയുള്ള സന്ധ്യാനമസ്കാരത്തിൽ എത്രോ അഥവാ ധൂപത്തിന് ശേഷം നിൻമുറിവുകളിൽ നേറ്റേൻ മൂറോൻ മണമെന്നാഥ എന്ന് നാം ഏറ്റുചൊല്ലുന്നത്. ക്രിസ്തു ശരീരമാകുന്ന സഭയിലേക്ക് മാമോദീസായിലൂടെ പ്രവേശിച്ച് അനുതാപത്തോടെ അതിൽ ജീവിക്കുന്ന നാം വിശുദ്ധർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്ന വിശുദ്ധതകളാകുന്ന വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. എന്നാൽ പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറുഹായുമല്ലാതെ പരിശുദ്ധനില്ല എന്ന ഏറ്റുപറച്ചിൽ ജനത്തിൻ്റെ ബലഹീനതയുടെ തുറന്ന സമ്മതമാണ്. അത് ജനത്തിൻ്റെ ഏറ്റുപറച്ചിലാണ്. എങ്കിലും പാപികളായ മനുഷ്യർക്ക് പാപമോചനത്തിനായി ക്രിസ്തു നൽകിയ തൻ്റെ തിരുശരീര രക്തങ്ങൾ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട വിശുദ്ധരായതുകൊണ്ടാണ് അനുഭവിക്കുവാൻ നാം യോഗ്യരാകുന്നത്. അത് നമ്മെ ദൈവജനമാക്കി തീർത്ത രക്ഷകൻ്റെ യോഗ്യതയാണ്, അല്ലാതെ നമ്മുടെ യോഗ്യതയല്ല. എന്നാൽ 1 കൊരിന്ത്യർ 1:2 കാണുന്ന വിശുദ്ധന്മാരെ തന്നെയാണ് 3:3 പൗലോസ് അപ്പോസ്തലൻ ജഡികരെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നാം അനുദിനം മനസ്സാന്തരപ്പെട്ട് അനുതാപത്തോടെ ആ വിളിക്ക് യോഗ്യരായി വിശുദ്ധിയോടെ അവൻ്റെ രാജ്യത്തിൽ വസിച്ച് ദൈവീകരണത്തിലേക്കും വാനമേഘങ്ങളിൽ നമ്മെ ചേർക്കുവാനായി എത്തുമ്പോൾ ഒരുക്കമുള്ളവരായി ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരുവാനും വചനഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.